വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊരു കവിതയാണെന്ന് പഠിക്കാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ, നമ്മുടെ യൂണിറ്റ് 2ലെ 2ാമത്തെ ചാപ്റ്ററാണ് ഈ കവിത. കവിതയുടെ പേരിതാണ് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ഈ കവിയുടെ പേരെന്താ കൂട്ടുകാരെ? പേരിവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട്, കേദാർനാഥ് അഗ്രവാൾ. അപ്പോൾ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നത് കേദാർനാഥ് അഗ്രവാളിൻ്റെ കവിതയാണ്. അപ്പം നമുക്ക് ഓരോ വരിയും അർത്ഥം പറഞ്ഞു പോവാം. കൂട്ടുകാരെ, അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകനാണ്. ആരാണ് കർഷകൻ? നിങ്ങൾക്കറിയുമോ ആരാണ് കർഷകൻ? കൃഷി ചെയ്യുന്നവരാണ് കർഷകൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ചോറ് കഴിക്കുന്നുണ്ടല്ലേ, ഈ ചോറ് എന്ന് പറയുന്നത് അരി കൊണ്ടുണ്ടാക്കുന്നതാണ് അല്ലേ. ഈ അരി എങ്ങനെ ഉണ്ടായി? നിങ്ങൾക്കറിയോ കൂട്ടുകാരെ? ഈ കർഷകർ കൃഷി ചെയ്ത് അവർ മണ്ണിൽ പണിയെടുത്തിട്ടാണ് ഈ അരി നമുക്ക് ഉൽപ്പാദിപ്പിച്ച് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ കർഷകരില്ലെങ്കിൽ നമ്മളില്ല അല്ലേ. കിസാൻ നഹി തോ ഖാനാ നഹി, ഖാനാ നഹി തോ ജീവൻ നഹി. കർഷകനില്ലെങ്കിൽ ഭക്ഷണവും ഇല്ല, ഭക്ഷണമില്ലെങ്കിൽ നമ്മളും ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഭക്ഷണം. ഈ ഭക്ഷണം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് ആരാ? കർഷകർ. അപ്പം യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ജോ ബൈലോം കെ കന്തോം പർ. അത് കാളകളുടെ കന്തോം പർ, തോളിൽ. കർഷകൻ കാളേനെ പൂട്ടുന്നത് കണ്ടിട്ടില്ലേ? കാളയുടെ ഈ ചിത്രത്തിൽ നോക്കൂ, കാളയുടെ പിന്നിൽ നിന്ന് കർഷകൻ ആ കാളനെ ഇങ്ങനെ തുളിക്കുകയാണ് അല്ലേ. എന്തിനാണ്? മണ്ണ് ഉഴുതുമറിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ബർസാത്ത് ഗാമുമേ, മഴയത്തും അതുപോലെ ചൂടത്തും. ജുവ ഭാഗ്യക്ക രക് ദേത്താ ഹേ. ജുവ എന്ന് പറഞ്ഞാൽ നുകം. അതായത് കാളയുടെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ നുകം. ഭാഗ്യക്ക രക് ദേത്ത, ആ നുകം ഉപയോഗിച്ചുകൊണ്ട് കാളേനെ ഇങ്ങനെ പൂട്ടുന്നു. ഖൂൻ ചാട്ട് ഹുയി വായുമേ. ആ രക്തം, ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തം, ചാട്ട് വറ്റിക്കുന്ന, രക്തം വറ്റിക്കുന്ന കൊടും വായുമേ. ആ വായുവിൽ പൈനി കുസി ഖേത്ത് കെ ഭീത്തർ. പൈനി എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള, കുസി കലപ്പ, ഖേത്ത് കെ ഭീത്തർ വയലിനകത്ത്. അവരെന്ത് ചെയ്യുന്നു? കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്നു. ദൂർ കലേജെ തക്ക് ലേ ജാക്കർ. വളരെ ദൂരത്തിൽ, ആഴത്തിൽ, കലേജെ ആഴത്തിൽ, തക്ക് ലേ ജാക്കർ കൊണ്ടുപോകുന്നു. ഒരുപാട് ദൂരത്തിലും ആഴത്തിലും കലപ്പ കൊണ്ട് ഇങ്ങനെ മണ്ണ് ഉഴുതുമറിക്കുന്നു. ജോത്ത് ഡാൽത്താ ഹേ മിട്ടിക്കോ. ജോത്ത് ഡാൽന ഉഴുതുമറിക്കുക, മിട്ടിക്കോ മണ്ണിനെ ഇങ്ങനെ കിളച്ച് ഉഴുതുമറിക്കുന്നു. എന്തിന്? അടുത്തത് പാംസ് ഡാൽക്കർ, വളമിടുന്നു. അപ്പോൾ അവർ ഉഴുതുമറിച്ചതിന് ശേഷം അവിടെ വളമിടുന്നു. അവർ ബീജ് ഔർ ബോ ദേത്താ ഹേ. അതിനുശേഷം അവർ വിത്ത് വിതയ്ക്കുന്നു. നയേ വർഷമേ നയി ഫസൽ കെ. ആ പുതിയ വർഷത്തിൽ പുതിയ വിളവിനായി. ഡേർ അന്നിക്ക ലഗ് ജാത്താ ഹേ. ധാന്യക്കൂമ്പാരം, ഒരുപാട് ധാന്യം അവരവിടെ ഉണ്ടാക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് ആരുടെയാണെന്ന് പറയുന്നത്? ഈ കർഷകൻ്റേതാണ്. ഈ ഭൂമിയിൽ പണിയെടുക്കുന്നത് നമ്മളാണോ? അല്ല, കർഷകരാണ്. ഭൂമി എന്ന് പറയുന്നത് കർഷകന് സ്വന്തമാണ് എന്നാണ് കവി പറയുന്നത്. നെഹി രാവ് കി, അത് രാജാവിൻ്റേതല്ല. നെഹി രംഗ് കി, ദരിദ്രൻ്റേതുമല്ല. നെഹി കിസി കി, ആരുടെയുമല്ല. നെഹി കിസി കി, ആരുടെയുമല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി. ഭൂമി കർഷകൻ്റേത് മാത്രമാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. വീണ്ടും വീണ്ടും കവി പറയണത് ഈ ഭൂമി ഈ കർഷകൻ്റേതാണ്. ജോ മിട്ടി കാ പൂർണ്ണ പാർക്കി. ഇത് അദ്ദേഹം ആ മിട്ടിയുടെ, മണ്ണിൻ്റെ പാർക്കി, പൂർണ്ണമായിട്ടുള്ള പരീക്ഷകനാണ് ഈ കർഷകൻ. ജോ മിട്ടി കെ സംഗ് സാത്ത് ഹി. മണ്ണിൻ്റെ ഒപ്പം, മണ്ണിൻ്റെ കൂട്ടായിട്ടാണ് കർഷകനുള്ളത്. തബ്കർ, ചൂട് കൊണ്ട്. ഗൽക്കർ, ഉരുകി. മർക്കർ, മരിച്ച്, കഷ്ടപ്പെട്ട് പണിയെടുത്ത്. ഗപ്പാ രഹാ ഹേ ജീവൻ അപ്പന, ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ദേഖ് രഹാ ഹേ മിട്ടി മേൻ സോനെ കാ സപ്ന. എന്നിട്ട് കർഷകൻ കാണുകയാണ് മണ്ണിൽ സോനെ കാ സപ്ന, സ്വർണം വിളയുന്നത് സ്വപ്നം കാണുന്നു. മിട്ടി കി മഹിമ ഖാത്താ ഹേ. എന്നിട്ട് മണ്ണിൻ്റെ മഹത്വം പാടുന്നു. മിട്ടി കെ ഹി അന്തസ്ഥൽ, മണ്ണിൻ്റെ അകത്ത്. അപ്പനെ തൻ കി ഖാദ് മിലാക്കർ, തൻ്റെ ശരീരത്തിൻ്റെ വളം, അതായത് കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ വളം ചേർത്തുകൊണ്ട്. മിട്ടിക്കോ ജീവിത രഹിതായി, മണ്ണിനെ ജീവൻ നിലനിർത്തുന്നു. ആരാണ് മണ്ണിനെ ജീവൻ നിലനിർത്തുന്നത്? കിസാൻ.
ഖുദ് ജീത്താ ഹെ, എന്നിട്ട് സ്വയം ജയിക്കുന്നു. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് കവിതയുടെ മീനിങ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഈ പാഠത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ആയിട്ടും വരാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ.